അപ്പൊ നമ്മളെ ഓണക്കല്ലേ വരുന്നത്. അപ്പൊ ഓണത്തിന് നമ്മളെ ക്ലബ്ബേ വമ്പൻ പരിപാടി ഒക്കെ ഉണ്ട്. ഒരു പായസ ചലഞ്ച് ഉണ്ട്. അപ്പൊ നമ്മളതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1 ലിറ്റർ പായസത്തിന്റെ ഇതിന് 300 റുപ്യാണ്. 1 ലിറ്റർ 300. നിങ്ങളെ മാറ്റം കുറെ ആൾക്കാർ വാങ്ങിയാൽ നമുക്ക് ഭയങ്കര ലാഭല്ലേ. അപ്പൊ ഇത് 2 ലിറ്റർ എടുത്താൽ നിങ്ങൾക്ക് 500 റുപ്യ മതി. പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് ഉണ്ടാക്കി കൊടുക്കണതല്ലേ. ഒന്ന് എഴുതിയല്ലേ നമുക്ക് 2 ലിറ്ററിന് ആയിക്കോട്ടെ. അല്ല 2 ലിറ്റർ 500 റുപ്യക്ക് ലാഭമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പേരാവോ? എന്നാലും 2 ലിറ്റർ 500 റുപ്യക്ക് അതാണ് ലാഭം കേട്ടോ. എഴുതിക്കളെ. ഇതില് 500ന്റെ നോട്ടില്ലല്ലോ. അത് വേണ്ടേ, 500 ഒറ്റ നോട്ടൊന്നും വേണ്ടേ, നമുക്ക് 500 ആയാൽ മതി. ഇത് സ്ഥലമൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങളെ പേരെന്ത്? ഷാഫി. ഇതിലൊരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ല. ഇതില് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ 3 ആളെ നമ്പറുണ്ട്. എന്ത് വേണമെന്ന് വിളിച്ചാൽ മതിട്ടാ. ഇതില് തട്ടിപ്പും ഇല്ല. ഈ പൈസ നിങ്ങൾക്ക് തരുന്നതിന് നല്ല മൂല്യം ഉണ്ടാവും. എന്നാ ശരിട്ടാ. ഓക്കെ. എന്താവോ എന്തോ. അത്തം വന്നു, അത്തം പത്തും വന്നു, ഓണം വന്നു. ഈ ചങ്ങായിമാരെ പായസം ഇവിടെ എത്തിയില്ലല്ലോ. ഞങ്ങൾ റെസീറ്റ് എവിടെയാ ഞാൻ വെച്ചിനല്ലോ. ഇവിടെ ഉണ്ട്. ഇതൊന്ന് വിളിച്ചോക്കട്ടെ. സെക്രട്ടറിക്ക് തന്നെ വിളിച്ചോക്കാം. ഹലോ, ഒരു പായസത്തിന് ഓർഡർ എടുത്തിനു, ഇതുവരെ എത്തിയിട്ടില്ല. കുറച്ചായിട്ട് വിളിക്കട്ടോ, ഞാൻ കുറച്ച് തിരക്കില്ല. ആ നമ്പറിൽ മറ്റേ നമ്പറിൽ വിളിച്ചോക്കിട്ടോ. ഓക്കെ. വിളിച്ചോക്കട്ടെ. ട്രഷറർക്ക് വിളിച്ചോക്കല്ലേ ഇനിയിപ്പം. ഹലോ ഹലോ. പായസത്തിന്റെ ഒരു ഓർഡർ എടുത്തിരുന്നു, പായസ ചലഞ്ച് പറഞ്ഞിട്ട്. അപ്പൊ ഇതുവരെ സാധനം എത്തിയിട്ടില്ല. അത് പോണൊക്കെ കഴിഞ്ഞല്ലോ. ഞാനേ വണ്ടിമേലാണ് കേട്ടോ. നിങ്ങളേ മറ്റേ നമ്പറിൽ അതിൽ കാണാൻ. ഇപ്പൊ 2 നമ്പറിൽ ഞാൻ വിളിച്ചു. അതിലൊന്ന് വിളിച്ചു നോക്കിട്ടാ. ഓക്കെ. ശരി. പ്രസിഡന്റിന്റെ നമ്പർ വിളിച്ചു നോക്കാം. ഹലോ. അല്ല, ഈ പായസ ചലഞ്ചിന്റെ പായസം ഇതുവരെ എത്തിയില്ല. അതെ, ഞങ്ങള് അത് കുറച്ച് സമയം മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഓണത്തിന് വരൂട്ടോ. അടുത്ത ഓണോ? എന്നാ ശരി, ഞങ്ങൾ വിളിക്കണ്ട്. പണ്ടാറ ഒന്നും മനുഷ്യന്മാരെ പറ്റിച്ചും ജീവിക്കാൻ പറ്റൂല. വിളിച്ച് മനുഷ്യന് തോണ്ടേര് വെള്ളം പറ്റിയാണ്. ഈ ഓണം പായസം കൊണ്ടുപോയി ഒരാളവിടെ നിൽക്കുന്നുണ്ട്. ലോങ് ആയാ മതി. എന്നിട്ട് സേട്ടാണോ തോന്നുന്നു. ട്രിപ്പല്ല കേട്ടാ, അത് പാവപ്പെട്ടവർക്ക് ഒരു പിരിവിന് വേണ്ടി ഇപ്പൊ ചെറിയ പരിപാടിയാണ്. ഞാൻ വലിയ ട്രിപ്പ്, ലോങ് ട്രിപ്പ് പറ്റാണ്. ഇതൊരു ബിരിയാണി ചാലഞ്ചാണ് കേട്ടാ. 300 റുപ്യക്ക് 2 കിലോ ബിരിയാണി, 500 റുപ്യക്ക് ആണെങ്കിൽ 10 കിലോ ബിരിയാണിയാണ്. വാങ്ങിക്കോളി, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല എന്തായാലും. 500 റുപ്യക്ക് 10 കിലോ ബിരിയാണിയോ? അപ്പൊ വണ്ടി ഉള്ളിലേറെ ലാഭമാണല്ലോ. എന്നാ അപ്പൊ പേരെന്താണ്? പേര് മാനു എഴുതിക്കളെ. മാനു. എന്നാ ശരി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചോളൂട്ടാ. ഓക്കെ. എന്നാ നിങ്ങളെ നമ്പർ ഇതില്ലേ? 3 നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചോളൂട്ടാ. എന്നാ ശരി കേട്ടാ. പോട്ടെ. ഓക്കെ ഓക്കെ. ഈ കാലത്ത് ഈ ജാതി പൊട്ടന്മാരും ഉണ്ടോ? ഇപ്പൊ സാധനത്തിനൊക്കെ എന്താ വില? എങ്ങനെ ഇപ്പൊ ഇതൊക്കെ മുതലാവണോ?